അടുത്തിടെയാണ് ഞാൻ കിച്ചൺ വേസ്റ്റിൽ നിന്ന് വളം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഉള്ളതായിട്ട് അറിഞ്ഞത്. വളരെ ലളിതമായ സംവിധാനമാണ്. ഇവിടെ ഒരു 600 രൂപയ്ക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മുണ്ട്. അത് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ 2 വാങ്ങിച്ചു. 2ൻ്റെ അടിയിൽ 3 ചെറിയ തുളകളുണ്ടാക്കി. എന്നിട്ട് ഒരെണ്ണത്തിൽ ഈ വേസ്റ്റ് ഇടും. വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ കോക്കോപ്പീറ്റ് ഇടും കുറച്ച്. പിന്നെയും അടുത്ത ദിവസം വേസ്റ്റ് ഇടും, പിന്നെയും കോക്കോപ്പീറ്റ് ഇടും. അങ്ങനെ തുടരും. എന്നിട്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കും. അതിനിടയിൽ ഈ ദ്വാരത്തിലൂടെ കുറച്ച് സ്ലറി പുറത്തേക്ക് വരും. അപ്പോൾ അത് സ്വീകരിക്കാൻ ചെറിയൊരു പാത്രം അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒരു കല്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ട് മറ്റേ ഡ്രമ്മിൽ ഇതേ പ്രോസസ്സ് തുടരും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ആ നിറഞ്ഞ ഡ്രമ്മിലുള്ള മെറ്റീരിയൽ ഏകദേശം പകുതി അതിൽ കുറവൊക്കെ ആയിട്ട് ചുരുങ്ങി വരും. ഉണങ്ങി പൊടി പോലെ ആവും കുറേ കാലം കഴിയുമ്പോൾ. 2 മാസമൊക്കെ പിടിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതും എടുത്തിട്ട് ചെടിക്ക് വളമായിട്ടിടും. അപ്പോൾ 2 തരത്തിലുള്ള വളം കിട്ടുന്നുണ്ട്. ഒരു ലിക്വിഡ് വളമുണ്ട്, അത് സ്ലറി ആയിട്ട് വരും. മറ്റത് സോളിഡ് വളം പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും. ഈ ഡ്രമ്മ് മാറ്റി വയ്ക്കുന്ന സമയത്തും പിന്നെയും സ്ലറി കുറേശ്ശെ വന്നുകൊണ്ടിരിക്കും. അതെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡ്രമ്മിന് മുമ്പ് ഇതൊന്ന് ചെറിയ പരീക്ഷണം, ഒരു പൈലറ്റ് സ്റ്റഡി ആവാമെന്ന് വിചാരിച്ചു. പെയിൻറ്റിൻ്റെ പാട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്, അതൊരെണ്ണം കണ്ടുപിടിച്ചു. എന്നിട്ട് ചെറിയൊരു ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിയിൽ 2-3 ദ്വാരം ഇട്ടു, സ്ലറി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. വേസ്റ്റ് ഇടാൻ തുടങ്ങുമ്പോൾ അത് ഈ ബക്കറ്റിൽ ഇറക്കി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വല്ല സ്ലറി ഉണ്ടെങ്കിൽ ആ ബക്കറ്റിലേക്ക് വരുമല്ലോ. സൗകര്യം പോലെ എടുത്ത് ചെടിക്ക് ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോക്കോപ്പീറ്റിൻ്റെ ഒരു ചാക്ക് വാങ്ങിച്ചു. അപ്പോൾ നാളെ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അവരുടെ വീട്ടിൽ കാര്യമായിട്ടുള്ള മണമൊന്നുമില്ല. ഇതിൻ്റെ നമുക്കൊക്കെ ഏറ്റവും വലിയ വിഷമം ഇത് അവിടെ ചീഞ്ഞ് പോകുമ്പോൾ മണം വരുമെന്നല്ലേ. പക്ഷേ അതിനടുത്ത് ചെന്ന് നോക്കിയാൽ മാത്രം ഒരു ചെറിയ മണം, വല്ലാണ്ട് മണമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെയൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇതൊരു വളരെ ചെറിയ തോതിലുള്ള പരീക്ഷണമാണ്. മറ്റേ ഡ്രം ഇതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ഉണ്ടാവും, വണ്ണും ഏകദേശം ഒരു ഡബിൾ ഉണ്ടാവും. അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ട് സക്സസ് ആവുകയാണെങ്കിൽ പിന്നീട് ഡ്രമ്മ് വാങ്ങിക്കാമെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഇതൊക്കെ വെറുതെ ഇവിടെ ഇരിക്കണതാണ്. കുറേ ഡ്രമ്മും പഴയ ബക്കറ്റും ഒക്കെ പെയിൻ്റ് അടിച്ച കാലത്ത് ബാക്കി വന്നത് അവിടെ വെച്ചതാണ്. അപ്പോൾ ഒന്ന് ആദ്യം പരീക്ഷിക്കട്ടെ.